ഞാൻ കർത്താവിന് നന്ദി കരേറ്റുന്നു. ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് സഭയായി ഇങ്ങനെയൊരു കൂട്ടായ്മ കർത്താവ് തന്നതോർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് ദൈവവചന പഠനത്തിലേക്ക് വരാം. നമ്മൾ കഴിഞ്ഞ ട്യൂസ്ഡേയിൽ ഇതേപോലെ തന്നെ ദൈവവചനത്തിൻ്റെ പഠനത്തിന് ഒരു സബ്ജക്റ്റ് നമ്മൾ എടുത്തു. അതുതന്നെ ഇന്ന് തുടരുകയാണ്. നമ്മൾ പറഞ്ഞത് അന്ത്യോക്യയിലെ മാതൃകാ സഭ, അതായിരുന്നു നമ്മൾ എടുത്തതായ സബ്ജക്റ്റ്. അഥവാ അതിനെക്കുറിച്ചാണ് അന്ത്യോക്യയിലെ മാതൃകാ സഭ. അന്ത്യോക്യയിലെ സഭ ഒരു മാതൃകാ സഭ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. സഭകൾ ഇന്ന് ആത്മീയതയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഈ കാലയളവിൽ പലപ്പോഴും ആളുകൾ ചോദിക്കും, ഒരു മാതൃകാ സഭയെ നമുക്ക് വേദപുസ്തകത്തിലാണെങ്കിലും ഒന്ന് കാണാൻ കഴിയുമെന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. യെരൂശലേമിലെ സഭ ഒരു മാതൃകാ സഭയുണ്ടായിരുന്നു. പെർഫെക്റ്റ് സഭയാണെന്നല്ല ഞാൻ പറയുന്നത്, ഒരു മാതൃകാ സഭയായിരുന്നു. പെർഫെക്ഷൻ അതിൻ്റെ അടുത്ത പടിയാണ്. പെർഫെക്ഷനിലേക്ക് നമ്മൾ വളർന്നു വരുന്നതാണ്. എന്നാൽ തീർച്ചയായും യെരൂശലേമിലെ സഭ ഒരു മാതൃകാ സഭയായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത, അവിടെ അപ്പോസ്തലന്മാർ, യേശുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരായിരുന്നു. അവരിലൂടെ വളർന്ന സഭയാണ് നമ്മൾ യെരൂശലേമിലെ സഭ എന്ന് പറയുന്നത്. എന്നാൽ അന്ത്യോക്യയിലെ സഭ യെരൂശലേമിൽ നിന്ന് ശിഷ്യന്മാർ പോയി ഉണ്ടാക്കിയ സഭയാണ്. അങ്ങനെ ഒരു സഭ, ഒരു മാതൃകാ സഭയായിട്ട് അന്ത്യോക്യയിലെ സഭയെ നമുക്ക് കാണാനായിട്ട് കഴിയും. അന്ത്യോക്യയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുന്ന കാര്യം, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേരായി എന്ന വിഷയമാണ്. അതെ, അവിടെ വെച്ചാണ് ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന്, യെരൂശലേമിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് ശിഷ്യന്മാരെന്നാണ്. ശിഷ്യന്മാരെന്ന് എല്ലാ കാലയളവിലും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത് അന്ത്യോക്യയിൽ വെച്ചാണ് എന്ന് നമ്മൾ കണ്ടു. ശിഷ്യനാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് അത് സംശയമില്ല. ക്രിസ്ത്യാനിയാണോ അവൻ ശിഷ്യനായിരിക്കുകയും വേണം. അല്ലാത്ത ഒരവസ്ഥ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ത്യോക്യയിൽ സുവിശേഷം വരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമല്ലോ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിലെ യഹൂദയിൽ എല്ലായിടവും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. എന്നാൽ യേശുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരൊക്കെ യെരൂശലേമിൽ തന്നെ കുടിയിരുന്നതായ ഒരു സാഹചര്യത്തിൽ കർത്താവ് സ്തെഫാനോസിന് ഒരു പീഡ അയച്ച് സ്തെഫാനോസ് മുഖേന, സ്തെഫാനോസിനെ ഒരു രക്തസാക്ഷിത്വം വഹിക്കുകയാണ്. അതിനുശേഷമാണ് അവിടെ നിന്ന് പ്രസംഗിച്ചൊക്കെ യഹൂദന്മാരോടായിരുന്നു. എന്നാൽ അതിനുശേഷം അവര് പല സ്ഥലങ്ങളിലേക്ക് അവർ ചിതറിപ്പോയവര് സുവിശേഷം അറിയിച്ച കൂട്ടത്തിൽ അന്ത്യോക്യയിലും അവർ വന്നു. അന്ത്യോക്യയിൽ ദൈവസഭ ഉടലെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോസ്തലപ്രവൃത്തി 11-ാം അധ്യായത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. 19 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നില്ല. അങ്ങനെ ഈ അന്ത്യോക്യയിൽ ഉണ്ടായ സഭ, ആ സഭ ഒരു മാതൃകാ സഭയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടെ എല്ലാ വിഭാഗത്തിലും പെട്ട, അല്ലെങ്കിൽ എല്ലാ രീതിയിലുമുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എൻ്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ, 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അപ്പോസ്തലപ്രവൃത്തികൾ, അന്ത്യോക്യ സഭയിൽ ബർന്നബാസ്, നീഗർ എന്ന പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇളപ്രഭുവായി ഹേരോദാവോട് പുലർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു നമ്മൾ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവസഭയിൽ എല്ലാ തരത്തിലുള്ള ആളുകളും, എല്ലാ സാമ്പത്തിക നിലവാരമുള്ള ആളുകളും, എല്ലാ പ്രൊഫഷനിലുള്ള ആളുകളും, എല്ലാ ഡിഫറൻ്റ് ആയിട്ടുള്ള കുടുംബ പശ്ചാത്തലമുള്ള ആളുകളും ഒക്കെ ദൈവസഭയിലുണ്ട്. പക്ഷെ അവരെല്ലാം ഒരുമിച്ചായിരിക്കണം. ഒരിക്കലും ഒരു വേർതിരിവ് നമ്മുടെ സഭകളിൽ ഉണ്ടാകുവാൻ പാടില്ല. അന്ത്യോക്യയിലെ സഭ ഒരു മാതൃകാ സഭയാകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, അവിടെ എല്ലാ തരത്തിലുള്ള ആളുകളും ഒരുമിച്ച് അവരെ കൂടി, അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും
ഒരു കുറ്റവും കുറവും ഒന്നും പറഞ്ഞില്ല. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഒരുപോലെ. കാര്യം അവർ കർത്താവിനാൽ നയിക്കപ്പെടുന്നവരായി. തന്നെയല്ല, ആ സഭയുടെ പ്രത്യേകത, ആ സഭയിലേക്ക് യെരുശലേമിൽ നിന്ന് ആളുകൾ വന്നു. അന്ത്യോക്യയിൽ സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ നിന്ന് ബർന്നബാസിനെ അന്ത്യോക്യ സഭയിലേക്ക് പറഞ്ഞു വിടുന്നത് നമ്മൾ 11-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അതിനുശേഷം ശൗലിനെ ബർന്നബാസ് പോയി ശൗലിനെ തർസോസിൽ നിന്ന് അന്ത്യോക്യയിൽ കൊണ്ടുവന്നു. പിന്നെ യെരുശലേമിൽ നിന്നുള്ള പ്രവാചകന്മാരും അവിടെ വന്നിരുന്നു എന്നൊക്കെയാണ് നമ്മൾ കാണാൻ മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു മാതൃകാ സഭയാണെന്ന് പറഞ്ഞപ്പോൾ അവരെ പ്രയാസം അനുഭവിക്കുന്നവരെ കരുതുന്ന ഒരു സഭയായിരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു. കഷ്ടം അനുഭവിക്കുന്നവരെ കരുതുന്ന സഭ. യെരുശലേമിലെ സഭയും സഹവിശ്വാസികളെ കരുതിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അന്ത്യോക്യ സഭ ആ സഭയിലുള്ളവരെ മാത്രമല്ല, യെരുശലേമിൽ ക്ഷാമം ഉണ്ടായപ്പോൾ യെരുശലേമിലെ സഭയ്ക്ക് ഒരു റിലീഫ് ഫണ്ട് കൊടുത്തുവിടുന്നതാണ് ഉദവിയുമായി ശൗലിനെയും ബർന്നബാസിനെയും യെരുശലേമിലേക്ക് പറഞ്ഞു വിടുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ ഒരു മാതൃകാ സഭ എപ്പോഴും മറ്റുള്ളവരെ കരുതുന്ന ഒരു സഭയായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വിവിധ തലങ്ങളിലുള്ള ആളുകളെ എല്ലാം അവരെ ഒരുമിച്ച് കൂട്ടി, ഒരുമിച്ച് അവർ ജീവിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും. അപ്പോൾ ആ സഭയുടെ പ്രത്യേകത, പ്രവാചകന്മാർ അഥവാ ഇൻസ്പയർഡ് സ്പീച്ച് പറയുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ അതേസമയം ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു. ഒരു മാതൃകാ സഭയിൽ ഇൻസ്പയർഡ് സ്പീച്ചസ് ആവശ്യമാണ്. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ച് പറയണം. എന്നാൽ അതേസമയം ഒരു മാതൃകാ സഭയിൽ ഡോക്ട്രിൻസ് പഠിപ്പിക്കുന്നതിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് നമ്മുടെ സഭകളിൽ പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രോഫറ്റ്സ്, ഇൻസ്പയർഡ് സ്പീച്ച് ആൻഡ് ടീച്ചേഴ്സ് ടീച്ചിങ് ഡോക്ട്രിൻസ്. പ്രബോധനങ്ങളും ഉപദേശങ്ങളും. പ്രബോധനം വേണം, അതേസമയം ഉപദേശവും വേണം എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. തന്നെയല്ല, അവിടെ 13-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിലാണ് നമ്മളിത് പ്രധാനമായും കാണുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അല്ലെങ്കിൽ 2-ാമത്തെ വാക്യത്തിൽ തന്നെ അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഈ സഭയിൽ ആരാധനയുണ്ട്, ഉപവാസമുണ്ട്, പ്രാർത്ഥനയുണ്ട്. എല്ലാം നമുക്ക് ആ ആന്റിയോക്കൻ ചർച്ചിൻ്റെ ഒരു റുട്ടീനാണ്. അല്ലാതെ എപ്പോഴെങ്കിലും വർഷത്തിൽ ഒരിക്കലോ മറ്റോ നടത്തുന്ന ഒരു കാര്യമല്ല. അവര് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ്. അപ്പോൾ ഒരു മാതൃകാ സഭ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ആ മാതൃകാ സഭയിൽ ആരാധന ഉണ്ടായിരിക്കണം, ഉപവാസം ഉണ്ടായിരിക്കണം. തീർച്ചയായും ഉപവാസത്തോടുകൂടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. പ്രയർ, വർഷിപ്പ് ആൻഡ് ഫാസ്റ്റിംഗ്. ദാറ്റ് വാസ് ദ റുട്ടീൻ ഓഫ് ആന്റിയോക്കൻ ചർച്ച്. മാതൃകാ സഭ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അതൊരു പ്രാർത്ഥിക്കുന്ന സഭയായിരിക്കും, ആരാധിക്കുന്ന സഭയായിരിക്കും, ഉപവസിക്കുന്ന സഭയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇവിടെ പ്രാർത്ഥിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് കുറെ ജൽപ്പനങ്ങൾ മാത്രമല്ല എന്നുള്ളത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. പ്രാർത്ഥന എപ്പോഴും റിലേഷൻഷിപ്പിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. റിലേഷൻഷിപ്പിൽ നിന്ന്. അല്ലാത്ത പ്രാർത്ഥനയ്ക്കകത്ത് അർത്ഥമില്ല. ചൊല്ലുകൾ കൊണ്ടോ മറ്റുള്ള കാര്യങ്ങളോ കൊണ്ടൊന്നും അർത്ഥമില്ല. അതായത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നമ്മൾ പകരണം. ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ ചൊല്ലുകളും മറ്റുള്ള കാര്യങ്ങളും ഒന്നുമല്ല. ഇപ്പൊ ഈ വിജാതീയ സമൂഹത്തിലൊക്കെ ഈ അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊല്ലുകളാണ്. സാമുദായിക സഭകളിലും പലപ്പോഴും കാണുന്നത് ചൊല്ലുകളാണ്. ആ ചൊല്ലുകളുടെ ഒരു പ്രത്യേകത, ഇവരെന്തോ പറയുന്നതെന്ന് പോലും ഇവർക്ക് ശരിക്കും അറിയില്ല. അറിഞ്ഞാൽ തന്നെ ഇതൊന്നും അവരുടെ മനസ്സിൽ അവർ കയറുന്നില്ല. ഞാനൊരിക്കലും ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഓപ്പോസിറ്റ് ഇരുന്ന ഒരു പ്രായമുള്ളൊരു മനുഷ്യൻ, അയാൾ ലക്ഷാർച്ചന നടത്തുകയാണ്. ലക്ഷാർച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 പ്രാവശ്യം ദേവിയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ദേവിയുടെ പേര് പറഞ്ഞാൽ മതി, എന്നാൽ അതാണ് ലക്ഷാർച്ചന. 1,00,000 പ്രാവശ്യമുള്ള അർച്ചന.
അപ്പൊ ഈ ലക്ഷാർച്ചനയ്ക്ക് ഒരു വലിയൊരു പ്രശ്നമുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,00,000 പ്രാവശ്യം ആയോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയുന്നു? അതൊരു വലിയ പ്രശ്നമാണ്. പക്ഷെ ഈ മനുഷ്യൻ ബുദ്ധിമാനായിരുന്നു. എനിക്ക് ഓപ്പോസിറ്റ് ഇരുന്ന ആളാണ്. ഞാനിങ്ങനെ നോക്കിയപ്പോൾ അയാളുടെ കയ്യിലൊരു നമ്പറിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ദേവിയുടെ പേര് പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ നമ്പറിംഗ് മെഷീൻ വെച്ച് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്പറിംഗ് മെഷീൻ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ആ നമ്പറിംഗ് മെഷീൻ മാറ്റാതിരുന്നാൽ മതി. അപ്പോൾ നമ്പറിംഗ് മെഷീൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇയാൾ ഇങ്ങനെ നമ്പറിംഗ് മെഷീൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രായമുള്ള മനുഷ്യനല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കൊന്ന് മയക്കം വന്ന അയാൾക്ക് ഇച്ചിരി ഒന്ന് ഉറങ്ങി അയാൾ കണ്ണു തുറന്നു കഴിഞ്ഞപ്പം പെട്ടെന്ന് നമ്പറിംഗ് മെഷീൻ ഒരു 10-25 പ്രാവശ്യം അടിച്ചു പുള്ളി. കാര്യം ഉറങ്ങിയപ്പോഴും പറഞ്ഞു കാണുമെന്നാ പുള്ളിയുടെ ചിന്ത. അത് കളയണ്ട, കാര്യം 1,00,000 പ്രാവശ്യം പറയണ്ടേ. ഇതുപോലെയുള്ള ഒരു പ്രാർത്ഥനയല്ല നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഞാൻ ഇതുപോലെ വിജാതീയമായ ഞാൻ ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒരു ബുദ്ധിസ്റ്റ് ആശ്രമത്തിൽ ഇങ്ങനെ പോയപ്പോൾ അവിടെ ഈ ഒത്തിരി തുണികൾ ഇങ്ങനെ മരത്തേൽ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ കൂടെ വന്ന ആളോട് ചോദിച്ചു, ഇവരെന്താണ് ഈ തുണി ഇവിടെ ഇത്രയും കുറച്ചു പേരെ താമസിക്കുന്നുള്ളല്ലോ, പിന്നെന്താണ് ഈ മരങ്ങളിലെല്ലാം ഇത്രയും തുണി കെട്ടിയിട്ടിരിക്കുന്നത്? ഞാൻ ചെയ്ത തുണി ഉണങ്ങാനിട്ടതാണെന്ന്. പിന്നെ അദ്ദേഹം പറഞ്ഞാൽ അത് ഉണങ്ങാനിട്ടതല്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രാർത്ഥന ഈ തുണിയേൽ എഴുതും, പെയിന്റ് ചെയ്യും, എന്നിട്ട് ഇതിങ്ങനെ വിരിച്ചിടും. അപ്പൊ കാറ്റ് അടിക്കുമ്പോൾ അങ്ങോട്ടടിക്കുമ്പോൾ ഒന്ന്, ഇങ്ങോട്ടടിക്കുമ്പോൾ, അപ്പൊ കാറ്റടിക്കുമ്പോൾ ഈ പ്രാർത്ഥന അങ്ങ് ദൈവത്തിന്റെ അടുത്ത് ചെല്ലുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഒരു ബുദ്ധിസ്റ്റ് ആശ്രമം. ഇതുപോലെയുള്ള വിജാതീയ പ്രാർത്ഥനകൾ ഒക്കെ ഒത്തിരി ഉണ്ട്. നമ്മുടേത് അങ്ങനെയല്ല. നമ്മൾ ചൊല്ലുകയല്ല, ഇതുപോലെ എന്തെങ്കിലും കൗണ്ട് ചെയ്ത് ഒരു കാര്യം പറയുകയല്ല. പിന്നെ നമുക്ക് കൗണ്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. ചില ആളുകളൊക്കെ പറയുന്നത്, കർത്താവേ ഞാൻ നിനക്ക് കോടി കോടി സ്തോത്രം അർപ്പിക്കുന്നു. പിന്നെ ദൈവത്തിന്റെ ചുമതലയായി എണ്ണി എടുക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ചുമ്മാ അങ്ങ് പറയുന്ന ആളുകളുണ്ട്, കോടി കോടി സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തെ കളിപ്പിക്കാൻ പറ്റത്തില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നുള്ള പ്രാർത്ഥനകളെ മാത്രമേ ദൈവം ശ്രദ്ധിക്കുന്നുള്ളൂ. ആ ഹൃദയത്തിൽ നിന്നത് വരണമെങ്കിൽ പ്രാർത്ഥനയിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരിക്കണം. പ്രാർത്ഥിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ ആ ദൈവബന്ധത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഒരു മാതൃകാ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ആദിമ സഭകളൊക്കെ പ്രാർത്ഥിക്കുന്ന സഭകളായിരുന്നു. പക്ഷേ ആ പ്രാർത്ഥന എന്ന് പറയുന്നത് വെറുതെയുള്ള ചടങ്ങുകളല്ല, പ്രത്യുത ഹൃദയത്തിൽ നിന്ന്. അങ്ങനെയുള്ള റിലേഷനിലേക്കാണ് നമ്മൾ സഭാ ജനങ്ങളെ നയിക്കേണ്ടത്. എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥനയിൽ നാം ദൈവത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. ഞാനതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്ന നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ ചലനങ്ങളും നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ സംസാരിക്കുകയാണ്, ദൈവത്തോട് സംസാരിക്കുകയാണ്. ഒരപ്പൻ മകനോട് സംസാരിക്കുന്നത് പോലെ, മകൻ അപ്പനോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പോലും പഠിപ്പിക്കുന്ന എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അബ, ഫാദർ, അബ എന്ന് വിളിക്കുന്നത് ഒരു വീട്ടിൽ മകൻ അപ്പനെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് അബ എന്ന് പറയുന്നത്. അല്ലാതെ സ്വർഗസ്ഥനായ പിതാവേ, ഇപ്പം എൻ്റെ പിള്ളേരെന്നെ പിതാവേ എന്നൊന്നും അല്ലല്ലോ വിളിക്കുന്നു. എൻ്റെ പിള്ളേരെന്നെ പിതാവേ എന്ന് വിളിക്കത്തൊന്നുമില്ല. വേറെ ആരെങ്കിലും പ്രായമുള്ള ഒരാൾ നമ്മുടെ സഭയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പറയും, ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പിതാവും നമ്മോടൊപ്പം ഉള്ളതെന്നൊക്കെ പറയും. അതൊരു ഒഫീഷ്യലായിട്ടുള്ള പരിചയപ്പെടുത്തലൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു ഒഫീഷ്യൽ റിലേഷൻ അല്ല ദൈവവും നമ്മളും തമ്മിലുള്ളത്. അബ എന്ന് വിളിക്കുന്നത് വീട്ടിൽ മക്കൾ അപ്പനെ വിളിക്കുന്നത്. എൻ്റെ പിള്ളേർ വിളിക്കുന്ന അപ്പാന്നാ, അപ്പ. അപ്പോൾ അതുപോലെ ഡാഡിന്നോ അല്ലെങ്കിൽ പപ്പാന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്നു. നമ്മളാരും ഫാദർ എന്നൊന്നും അല്ലല്ലോ വിളിക്കുന്നത്.
അങ്ങനെയുള്ള ഒരു വിളി ഉണ്ടാകണമെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ആ റിലേഷൻഷിപ്പിൽ നിന്നാണ് പ്രാർത്ഥന ഉണ്ടാകേണ്ടത്. ആന്റിയോക്യൻ ചർച്ചിന്റെ പ്രത്യേകത, ആന്റിയോക്യയിലെ സഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു. അവർക്ക് നല്ല റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദിമ സഭകളൊക്കെ പ്രാർത്ഥിക്കുന്ന സഭകളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദ്യത്തെ ചർച്ചിന്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ അപ്പോസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിലെ 1-ാമത്തെ സഭയുടെ പ്രത്യേകത, ആ സഭയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതവിടെ റുട്ടീനായിരുന്നു. ഇതേപോലെ യെരുശലേമിലെ സഭ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പത്രോസിനെ ജയിലിൽ അടയ്ക്കുന്ന സമയത്ത് അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥന കഴിച്ചു പോന്നു. സഭ മൊത്തമായിട്ടാണ്. ഇൻഡിവിജ്വലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ സഭ ഒരു പ്രാർത്ഥിക്കുന്ന സഭയായിരിക്കണം. വ്യക്തിപരമായി നമ്മൾ പ്രാർത്ഥിക്കണം, പക്ഷെ അത് മാത്രം പോരാ, സഭയായി നമ്മൾ പ്രാർത്ഥിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ സഭയിലെ വിഷയങ്ങൾ, സമൂഹത്തിലെ വിഷയങ്ങൾ, നമ്മുടെ സുവിശേഷം നിമിത്തം കഷ്ടം അനുഭവിക്കുന്ന വ്യക്തികളെ ഒക്കെ ഓർത്ത് സഭ പ്രാർത്ഥിക്കണം. നമ്മുടെ സഭയുടെ ആവശ്യങ്ങളെ തന്നെ ഓർത്ത്, ആവശ്യം എന്ന് പറയുമ്പോഴത്തേക്ക് വെറും സാമ്പത്തികമൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ തലമുറ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. നമ്മൾ പ്രാർത്ഥിക്കണം. വി നീഡ് ടു പ്രേ. ഈ പ്രെയർ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തിയുടെ 12-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന, ഇങ്ങനെ ഗ്രഹിച്ച ശേഷം അവൻ മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാന്റെ അമ്മ മറിയയുടെ വീട്ടിൽ ചെന്നു. അവിടെ അനേകർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം പത്രോസ് ശരിക്കും തടവിൽ നിന്ന് വിടുവിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പത്രോസ് നേരെ മറിയയുടെ, അതായത് മർക്കോസിന്റെ അമ്മയുടെ വീട്ടിൽ ചെന്നു. അവിടെ വിശ്വാസികൾ എല്ലാവരും കൂടെ ചേർന്ന് പത്രോസിന് വേണ്ടി ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അടുത്തത്, ഈ പ്രാർത്ഥനയെക്കുറിച്ച് മാത്രമല്ലല്ലോ നമ്മൾ വീണ്ടും 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അവിടെ ആരാധനയുണ്ട്, വർഷിപ്പ്. ഞാൻ ഈ വാക്കുകളുടെ അർത്ഥം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അവിടെ ആരാധന എന്ന വർഷിപ്പ് എന്നുള്ള വാക്ക്, ഇന്നിപ്പോ നമുക്കൊരു വലിയൊരു പ്രശ്നമുണ്ട്. പല സഭകളിലും വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് പാട്ടുപാടി ഇച്ചിരി ആവേശമൊക്കെ കൊള്ളുന്നതാണ് വർഷിപ്പ് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഉണ്ട്, ആളുകൾക്കുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്നൊക്കെയാണ് നമ്മൾ പിള്ളേരൊക്കെ പറയുന്നില്ല, പ്രൈസ് ആൻഡ് വർഷിപ്പ്. അപ്പോൾ വർഷിപ്പ് എന്ന് പറയുന്നത്, ഒരു സഭയിൽ ഒരാൾ പറഞ്ഞൊരു കാര്യം, ഒരു ദൈവദാസൻ ദൈവവചനം പ്രസംഗിച്ചു കഴിഞ്ഞ് സഭ നയിച്ചുകൊണ്ടിരുന്ന ആളെ പെട്ടെന്ന് പറയുകയാണ്, നമ്മൾ ഇത്രയും നേരം ദൈവവചനം ശ്രവിക്കുകയായിരുന്നു, ഇനി അല്പസമയം നമുക്ക് ആരാധിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ആരും ആരാധിക്കുകയല്ലായിരുന്നു എന്നുള്ളൊരു ചിന്ത. അങ്ങനെയല്ല, നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആരാധിക്കുകയാണ്. അത് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ 2.5 മണിക്കൂർ മാത്രമുള്ള ഒരു കാര്യമല്ല ആരാധന എന്ന് പറയുന്നത്. ഒരു സഭാ ശുശ്രൂഷകൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും പലയിടത്തും ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തൊരാൾ ചോദിച്ചു, വെൻ യുവർ വർഷിപ്പ് വിൽ ഫിനിഷ്, എപ്പോഴാണ് നിങ്ങളുടെ ആരാധന തീരുന്നത്? അദ്ദേഹം പറഞ്ഞത്, അവർ സർവീസ് എൻഡ്സ് അറ്റ് 11 o'clock
ആൻഡ് അവർ വർഷിപ്പ് സ്റ്റാർട്ട്സ്. 11 മണിക്ക് ഞങ്ങളുടെ സർവീസ് തീരും, യോഗം തീരും, പക്ഷേ ഞങ്ങളുടെ ആരാധന അവിടെ തുടങ്ങുകയാണ്. പിന്നുള്ള മുഴുവൻ സമയവും ഞങ്ങൾ ആരാധനയാണ്. ജീവിതത്തിൽ 24 മണിക്കൂറും ആരാധിക്കുന്ന ഒരവസ്ഥ. പക്ഷേ സഭയിലും ഈ പറഞ്ഞ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ആളുകളും പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കണം എന്നതുപോലെ സഭ തീർച്ചയായും ആരാധനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന, ആരാധന പറഞ്ഞ വെറും പാട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ആ ദൈവ സംസർഗത്തിന് വേണ്ടി. ഈ വർഷിപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ പഠിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. വർഷിപ്പ് എന്നുള്ള വാക്കിന്റെ അർത്ഥം, 2 അർത്ഥം വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിനകത്ത് ഒന്ന് ഫോളിങ് ഡൗൺ എന്ന അർത്ഥമാണ്, താഴെ വീഴുക. 2 മുങ്ങിപ്പോവുക, ഡ്രോൺഡ്. ഫോളിങ് ഡൗൺ ആൻഡ് ഡ്രോൺഡ്, ഈ 2 അർത്ഥമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? എന്താണ് വർഷിപ്പ്? വർഷിപ്പ് എന്ന് പറയുന്നത് മഹിമയേറിയ ദൈവത്തിന്റെ മുമ്പാകെ അവന്റെ മഹിമ കണ്ടു കഴിയുമ്പോൾ നേരെ നിൽക്കാൻ കഴിയാതെ നമ്മൾ താഴെ വീഴുകയാണ്. ഫിസിക്കലി താഴെ വീഴുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. പ്രത്യുത ആ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ കഴിയാത്ത, ആ ദൈവ സാന്നിധ്യത്തിന്റെ മഹിമ മനസ്സിലാക്കി താഴെ വീഴുന്ന ഒരു അവസ്ഥ. സോദോമിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ അബ്രഹാം ദൈവസന്നിധി നിന്ന ഭാഗം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അബ്രഹാം ചോദിച്ചു, ദൈവമേ, അവിടെ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ 50 നീതിമാന്മാർ നിമിത്തം നീ ആ പട്ടണത്തെ വിടുവിക്കുകയില്ലയോ? കർത്താവ് പറഞ്ഞു, വിടുവിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം അബ്രഹാമിന് തന്നെ ഒരു സംശയം, 50 ഇല്ല, 5 കുറഞ്ഞാലോ? അപ്പൊ പിന്നെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ ചോദിക്കണം. പക്ഷെ അവിടെ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പറയുന്നത്, കർത്താവെ ക്ഷമിക്കണമേ, പുഴുവും വെണ്ണീറുമായ ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ തുനിഞ്ഞുവല്ലോ. അതായത് നിന്റെ സന്നിധി നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല, ഞാൻ കയറി നിന്നല്ലോ. കാര്യം അവിടുത്തെ മഹിമ ഞാൻ മനസ്സിലാക്കുന്നു. ഇന്റർസീഡ് ചെയ്യാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കാൻ പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ കഴിയില്ല. കാര്യം അതുപോലെ ആ ദൈവത്തിന്റെ ആ മഹിമ നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ വി ആർ ഫോളിങ് ഡൗൺ. അതാണ് ശരിക്കും ആരാധന. ആരാധന എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വം കണ്ടു വേണം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതല്ല, മഹത്വം അറിഞ്ഞു വേണം എന്ന് പറയുന്ന ഒന്നുകൂടെ ശരി. ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞു വേണം ദൈവത്തിന്റെ സന്നിധി നമുക്ക് നിൽക്കാൻ തന്നെ. അങ്ങനെയാണോ നമ്മുടെ ആരാധന? When we stand before God, do we see the glory of God? ദൈവത്തിന്റെ മഹത്വം കണ്ടുകൊണ്ടാണോ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്? യെശയ്യാവിന്റെ പ്രവചനം 6-ാം അധ്യായത്തിൽ നമുക്കറിയാമല്ലോ. യെശയ്യാവ് പറയുന്ന ഒരു കാര്യം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. അവിടെ പറയുകയാണ്, അപ്പം യെശയ്യാവ് പറയുന്ന കാര്യം ഇതാണ്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരുടെ മധ്യത്തിൽ വസിക്കുന്നു. ഞാൻ നിന്റെ സന്നിധി നിന്നല്ലോ, നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല. ശരിക്കും കൃപയില്ലെങ്കിൽ ദൈവസന്നിധി നിൽക്കാനുള്ള യോഗ്യതയൊന്നും നമുക്കില്ല. എനിക്കതിനുള്ള യോഗ്യത ഇല്ലെന്ന് മനസ്സിലാക്കി, പക്ഷെ നമ്മൾ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിൽക്കുന്നു? കൃപയല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മളോട് തന്നെ നമ്മളൊന്ന് ചോദിക്കണം, നമ്മൾ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ മഹത്വം കണ്ടിട്ടാണോ നമ്മൾ ആരാധിക്കുന്നത്? എപ്പോഴും നമ്മുടെ സഭകളിൽ ആ ദൈവത്തിന്റെ മഹത്വം കാണുന്നവരാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കേണ്ടത്. അവിടെ ആരും സ്വന്തം മഹത്വം ഒന്നും കാണിക്കാൻ പോകണ്ട. അങ്ങനൊന്നില്ല. അങ്ങനെ കാണിച്ചാൽ നമ്മൾ വിഡ്ഢികളാണ്. കാരണം ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയാതെ താഴെ വീണു പോകുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
വർഷിപ്പ് എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത്. അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, മുങ്ങിപ്പോവുക. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ മുങ്ങിപ്പോകുന്ന അവസ്ഥ, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷിപ്പ് എന്ന് പറയുന്നത്. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരവസ്ഥ, നമ്മൾ ഒഴുകിപ്പോകുന്ന അവസ്ഥ. ഒഴുകിപ്പോകുന്ന പറയുന്നത് ഒരു നെഗറ്റീവായിട്ടല്ല എടുക്കേണ്ടത്. എവിടെയാണ് നമ്മൾ ഒഴുകുന്നത്? അവിടുത്തെ സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ. ആ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരവസ്ഥ. അതായിരുന്നു അവിടുത്തെ സഭയുടെ അല്ലെങ്കിൽ അന്ത്യോക്യൻ ചർച്ചിന്റെ പ്രത്യേകത. ദേ വെർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. അവരെ ആരാധിക്കുന്ന, കുറച്ച് പാട്ട് പാടുന്ന മാത്രമുള്ള അർത്ഥത്തിലല്ല അവിടെ പറയുന്നത്. ദേ വെർ എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. ദേ ന്യൂ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞവരാണ് അവരെ. മാതൃകാ സഭയിലുള്ള ഓരോ വ്യക്തികളും ദൈവത്തിന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് അവിടുത്തെ സ്നേഹത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ. ആ ദൈവ സംസർഗമാണ് ആരാധന. അവിടുത്തെ സ്നേഹത്തിൽ മുങ്ങിപ്പോകുന്നതാണ് ആരാധന എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അവർ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരുന്നപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഉപവസിക്കുക. ഫാസ്റ്റിംഗ് ഈസ് എ ഡിസിപ്ലിൻ. അത് ചർച്ച്, വ്യക്തികൾ ഫാസ്റ്റ് ചെയ്യണം, അതേപോലെ ചർച്ച് ഫാസ്റ്റ് ചെയ്യണം. ഈ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം. ഞാൻ കർത്താവ് തന്നെ പറഞ്ഞ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞത് ഇഫ് യു ഫാസ്റ്റ് എന്നല്ല, വെൻ യു ഫാസ്റ്റ് എന്നാണ്. നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല, നിങ്ങൾ ഉപവസിക്കുമ്പോൾ. അതിൻ്റെ അർത്ഥം എന്നാ? അണ്ടർസ്റ്റുഡ് ആണ്. യു ആർ ഫാസ്റ്റിംഗ്, യു നീഡ് ടു ഫാസ്റ്റ്. ഫാസ്റ്റിംഗ് ഒരു ഡിസിപ്ലിനാണ്. ഡിസിപ്ലിൻ. ആ ഡിസിപ്ലിൻ നമ്മുടെ സഭകൾ പ്രാക്ടീസ് ചെയ്യണം. അത് വെറുതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല. ഞാൻ ആഫ്രിക്കയിലെ ഫാസ്റ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, കാര്യം അവർ ഫാസ്റ്റിങ്ങിന് വെള്ളം പോലും കുടിക്കത്തില്ലോ. ഒരു ദിവസത്തേക്കുള്ളൊന്നും അങ്ങനെ ഉപവസിക്കാറില്ല അവർ. പക്ഷെ ഫാസ്റ്റ് ചെയ്ത് ഇവിടെ ഇപ്പം വന്ന് ഫാസ്റ്റിംഗ് എന്ന് പറയുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാതിരുന്നാൽ പിന്നെ ഫാസ്റ്റിംഗ് ആണ് നമ്മുടെ ചിന്ത. പക്ഷെ എന്താണ് ഫാസ്റ്റിങ്ങിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്? ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ വസിക്കുക എന്നാണ്. അതാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൂടെ വസിക്കുക, ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുക. അതിന് കോൺസെൻട്രേഷൻ കിട്ടാൻ നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കൊണ്ട് മാത്രം അത് ഫാസ്റ്റിംഗ് ആവുകയില്ല. ഭക്ഷണം കഴിക്കാമെന്നല്ല ഞാൻ പറയുന്നത്, കഴിക്കരുതെന്നുമല്ല. കഴിക്കാം. പക്ഷെ ഭക്ഷണം ചില സമയത്ത് വി ആർ അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ്. പക്ഷെ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, വി ആർ അബ്സ്റ്റെയിനിങ് ഫ്രം എവറിഥിങ്. ചിലർ ഉപവാസം എടുത്ത് മൊബൈലിൽ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കും. മീഡിയയിൽ നിന്നൊക്കെ നമ്മളൊന്ന് അബ്സ്റ്റെയിൻ ചെയ്യാതെ നമുക്ക് ചില സമയത്ത്, അതുകൊണ്ടാണ് വെൻ വി ആർ ഫാസ്റ്റിംഗ്, ഞാൻ പറഞ്ഞത് അന്നേരം ഫോൺ നോക്കരുതെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് മുങ്ങിപ്പോകരുത്. വി നീഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം എവറിഥിങ് ദാറ്റ് ഈസ് നോട്ട് നെസസറി ഓർ ഇന്നെവിറ്റബിൾ. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ വി ആർ അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ്. പക്ഷെ അബ്സ്റ്റെയിനിങ് ഫ്രം ഫുഡ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാത്രം ഫാസ്റ്റിംഗ് ആകുന്നില്ല. വി നീഡ് ടു ഹാവ് കമ്മ്യൂണിയൻ വിത്ത് ഗാഡ്. അതാണ് ഒരു ഫാസ്റ്റിങ്ങിന്റെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പോൾ അന്ത്യോക്യയിലെ സഭ പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, ആരാധിക്കുന്ന സഭയായിരുന്നു, ഉപവസിക്കുന്ന സഭയായിരുന്നു. അങ്ങനെ ഒരു സഭയോടാണ് ദൈവം എപ്പോഴും ഇടപെടുന്നത്. അവിടെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായത്തിൽ 2-ാം വാക്യം നമ്മൾ കാണുന്നത്, അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്ന സഭയോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. Holy Spirit speaks to those people, those churches that were fasting, praying and abstaining from everything that is a hindrance for having communion with God.
ദൈവവുമായുള്ള സംസർഗത്തിന് യോജിക്കാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും അബ്സ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. സംസർഗം, ആ ദൈവ സംസർഗം നമുക്കുണ്ടാകുമ്പോൾ സംസാരമുണ്ടാകും. പരിശുദ്ധാത്മാവ് അവിടെ സംസാരിക്കുകയാണ്. ദൈവ സംസർഗമുണ്ടെങ്കിൽ ദൈവം സംസാരിക്കും. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ദൈവ സംസർഗം ഉണ്ടായപ്പോൾ പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു, ദൈവത്തിൽ നിന്ന് കേട്ടു. നോട്ട് ഓൺലി സ്പീക്കിംഗ് ടു ഗാഡ് ബട്ട് ഓൾസോ ഹിയറിംഗ് ഫ്രം ഗാഡ്. ദൈവത്തോട് സംസാരിക്കുക മാത്രമല്ല, ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്ന അനുഭവം. അത് വ്യക്തികൾക്കും സഭകൾക്കും ഉണ്ടാകണം. ഇവിടെ സഭ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കുകയാണ്. അവർ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കുന്നത്? വി ആർ സ്പീക്കിംഗ് ടു ഗോഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹിയറിംഗ് ഫ്രം ഗാഡ്, നോ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി സ്പീക്കിംഗ് ടു ഗാഡ് ബട്ട് ഓൾസോ വി നീഡ് ടു ഹിയർ ഫ്രം ഗാഡ്. ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം. അല്ലാതെ ഒരു ഭാഗത്തേക്ക് വൺ വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകരുത്. ചിലപ്പോൾ നമ്മൾ ഈ ഫോണിലൊക്കെ ഇപ്പം കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പറയും ഹലോ ഹലോ ഹലോ, അപ്പുറത്താരും കേൾക്കുന്നൊന്നുമില്ല, അപ്പുറത്തൊന്നും ഇങ്ങോട്ടുള്ളതും കേൾക്കത്തില്ല. അങ്ങനെ ചിലപ്പോൾ ഉണ്ട്. അപ്പോൾ വൺ വേ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൽ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. അവിടെ നമ്മൾ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത് മോശയോട് ദൈവം സംസാരിക്കുന്ന കാര്യത്തിലാണ് നമ്മൾ അവിടെ കാണുന്നത്. 7-ാമത്തെ വാക്യത്തിൽ മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന പേരിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിലേക്ക് ചെന്നു. സമാഗമന കൂടാരം വൺ വേ അല്ല, സമമായി ആഗമിച്ചെത്തുന്ന ടെന്റ് ഓഫ് മീറ്റിംഗ് എന്നതിന് പറയുന്നത്. ഞാനതിൻ്റെ ഭാവനയിൽ ഞാൻ പറയുന്നത്, മോശ ദൈവത്തെ അന്വേഷിച്ച് പാളയത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ദൈവം സ്വർഗത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നു. മോശ അങ്ങോട്ട് നടക്കുന്നു, ദൈവം ഇങ്ങോട്ട് നടക്കുന്നു. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ടെന്റ് ഓഫ് മീറ്റിംഗ് ആണ് സമാഗമന കൂടാരം. ഞാൻ ഭാവനയിൽ പറഞ്ഞതാണ്, അവിടെ എഴുതി വെച്ചിട്ടില്ലത്. എന്നാലേ വാക്കിന്റെ അർത്ഥം അതാണ്. സമ ആഗമന കൂടാരം, രണ്ടുപേര് സമമായി ആഗമിച്ചെത്തുന്ന സ്ഥലം. അവിടെ എന്താണെന്നറിയാമോ സംഭവിക്കുന്നത്? മോശ സംസാരിക്കുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ മോശ കൂടാരത്തിൽ കിടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വായിച്ചു പോകുന്നത്. 11-ാമത്തെ വാക്യത്തിൽ ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ഇതാണ് പ്രിയമുള്ളവരെ പ്രാർത്ഥനയിൽ സംഭവിക്കേണ്ടത്, ഉപവാസത്തിൽ സംഭവിക്കേണ്ടത്. നമ്മളോട് ദൈവം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ തയ്യാറാണ്. പക്ഷെ നമ്മൾ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. നമ്മൾ പറയുന്നത് ദൈവം കേൾക്കുക, ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇത് കുറെ കൂടെ വിശദമാക്കേണ്ടതാണ്, എങ്കിലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നമുക്ക് മടങ്ങി വരാം. 13-ാം അധ്യായത്തിലാണല്ലോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിൻ്റെ 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവർ കർത്താവിനെ ആരാധിച്ച് ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഭ കേട്ടു. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു, സഭ അത് കേൾക്കുന്നു. അതാണ് മാതൃകാ സഭയുടെ പ്രത്യേകത. ഹോളി സ്പിരിറ്റുമായിട്ട് കമ്മ്യൂണിയനും കമ്മ്യൂണിക്കേഷനും ഉള്ള സഭയാണ് മാതൃകാ സഭ. വ്യക്തികളും അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു മാതൃകാ വ്യക്തി, മാതൃകാ ക്രിസ്ത്യാനി എന്ന് പറയുന്നത്
ദൈവവുമായിട്ട് സംസാരിക്കുന്ന, ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന വ്യക്തികളായിരിക്കണം എന്നാണ് നമ്മൾ കാണുന്നത്. അവിടെ എന്താണ് പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നത്? ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ. ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ എനിക്ക് വേർതിരിപ്പിൻ. അവിടെ എനിക്ക് സന്തോഷം തോന്നിയ കാര്യം, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി. അപ്പോ വിളിച്ചിരിക്കുന്നത് ആരാണ്? വിളിച്ചിരിക്കുന്നത് ദൈവമാണ്. ഒരു ഹ്യൂമൻ അപ്പോയിൻമെന്റ് അല്ല സുവിശേഷ വേല, മിഷനറി വേല എന്നൊക്കെ പറയുന്നത് ഒരു ഹ്യൂമൻ അപ്പോയിൻമെന്റ് അല്ല. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പിൻ. ഞാൻ, എനിക്ക്, ഈ രണ്ട് വാക്കുകൾ, ഞാൻ വിളിച്ചു, അവരെ എനിക്ക് വേർതിരിപ്പിൻ. അടിസ്ഥാനപരമായി ഒരു മിഷനറി ദൈവത്തിൻ്റെ, സഭ ദൈവത്തിൻ്റെയാണ്, മിഷനറിയും ദൈവത്തിൻ്റെതാണ്. അന്ത്യോക്യ സഭ ഒരു മാതൃകാ സഭയാണ്. ആ സഭ ദൈവത്തിൻ്റെയാണ്. അതേസമയം ആ സഭയിൽ നിന്ന് ദൈവം ഒരാളെ വേർതിരിക്കുന്നുവെങ്കിൽ അതും അവരെയും വേർതിരിക്കേണ്ടത് ദൈവത്തിനു വേണ്ടിയാണ്. ഞാൻ വിളിച്ചിരിക്കുന്ന ബർന്നബാസിനെയും ശൗലിനെയും എനിക്ക് വേർതിരിപ്പീൻ. ഇത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. അല്ലാതെ സഭയുടെ കമ്മിറ്റി കൂടി തീരുമാനിക്കുന്ന കാര്യമല്ല ഇത് എന്ന് നമ്മൾ അറിയണം. പലപ്പോഴും ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. ഹ്യൂമൻ ഇന്റർവെൻഷൻ ഒത്തിരി ഉണ്ടാകും. പക്ഷെ പൗലോസിനെയും ബർന്നബാസിനെയും വേർതിരിച്ചപ്പോൾ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഉണ്ടായില്ല. ടോട്ടലി ദൈവം സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു റിലേഷൻ സഭകളുമായിട്ട് ദൈവത്തിനുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാൽ അങ്ങനെ ദൈവം സംസാരിച്ചപ്പോൾ ബർന്നബാസിനെയും ശൗലിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ അടുത്തത് എന്താ സംഭവിക്കുന്നത്? അടുത്തത് അവര് ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അവരുടെ മേൽ കൈവച്ചവരെ പറഞ്ഞയച്ചു. ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിച്ചതാണ്. എന്നാൽ അതിൻ്റെ നിർവഹണത്തിനായി പ്രാർത്ഥിക്കണം. ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം, ദൈവ സംസർഗത്തിലായിരിക്കണം, ദൈവ നിയന്ത്രിതമായിരിക്കണം. അന്ത്യോക്യ സഭ മാതൃകാ സഭയാകുന്നതിൻ്റെ കാരണം അന്ത്യോക്യ സഭ ആത്മനിയന്ത്രിത സഭയായിരുന്നു. അവരെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവ് അവരോട് സംസാരിച്ചു, ബർന്നബാസിനെയും ശൗലിനെയും എനിക്ക് വേർതിരിക്കുക. ഉടനെ തന്നെ അവരെന്താ ചെയ്യുന്നത്? ദേ പ്രേയ്ഡ്. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, അവർ ഫാസ്റ്റഡ് ആൻഡ് പ്രേയ്ഡ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിർവഹിക്കാൻ പോലും, അതിന് പോലും നമുക്ക് പ്രാർത്ഥനയും ഉപവാസവുമാണ് ആവശ്യമായിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് ദ ഫസ്റ്റ് കമ്മീഷനിങ് സർവീസ് ഓഫ് മിഷനറീസ് ഇൻ ക്രിസ്ത്യൻ ചർച്ച്. സഭ മിഷണറിമാരെ കമ്മീഷൻ ചെയ്ത് അയക്കുകയാണ്. കമ്മീഷൻ ചെയ്ത് അയക്കുക. ഇതൊരു കമ്മിറ്റിയുടെ തീരുമാനമല്ല, പരിശുദ്ധാത്മാവിന്റെ തീരുമാനമാണ്. പരിശുദ്ധാത്മാവ് സഭകളോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിനെ സഭ അനുസരിച്ചു. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് സഭ ബർന്നബാസിനെയും ശൗലിനെയും പറഞ്ഞയച്ചു. സഭ പറഞ്ഞയച്ചെന്ന് 3-ാം വാക്യത്തിൽ പറഞ്ഞു. 4-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. അപ്പൊ ഇപ്പൊ പരിശുദ്ധാത്മാവും സഭയെ ഒന്നിച്ച കാര്യം. ആത്മനിയന്ത്രിത സഭയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നതിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ പോകാത്ത സഭയാണ്. അതുകൊണ്ട് സഭയെ അവർ കമ്മീഷൻ, തലേ കൈവച്ചൊക്കെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചു വിടുന്നതൊക്കെ സഭയാണെന്ന് പറഞ്ഞാലും അയക്കുന്നത് ദൈവമാണ്.
അവിടെ എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചു എന്നുള്ളതാണ്. പക്ഷെ അയച്ചത് സഭയാണ്. അന്ത്യോക്യ സഭ ഒരു മാതൃകാ സഭയാകുന്നതിൻ്റെ അടുത്ത കാര്യം എന്ന് പറയുന്നത് അത് ഒരു സെൻഡിങ് ചർച്ചായിരുന്നു, അയക്കുന്ന സഭയായിരുന്നു. അപ്പോൾ അന്ത്യോക്യ സഭ ഒരു പ്രഘോഷിക്കുന്ന സഭയായിരുന്നു, ഇപ്പോൾ അയക്കുന്ന സഭയും ആയി എന്നുള്ളതാണ്. അന്ത്യോക്യ സഭ തീർച്ചയായും പ്രഘോഷണത്തിന് പ്രാധാന്യം കൊടുത്ത ഒരു സഭയാണ്. ആദ്യം മുതൽ അന്ത്യോക്യയിൽ നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരിൽ ചില കുപ്രോസ്കാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. അപ്പൊ ചിതറിപ്പോയവർ, സ്തെഫാനോസിന്റെ ഉപദ്രവം ഹേതുവായി ചിതറിപ്പോയവരാണ് ആദ്യം അന്ത്യോക്യയിൽ വന്ന് സുവിശേഷം അറിയിക്കുന്നത്. അവരിൽ ചിലര് അവരവിടെ എഴുതിയിരിക്കുന്നത് അവർ യഹൂദന്മാരോട് മാത്രമേ, അന്ന് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ ആയിരുന്നു. അവർ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അവരവിടെ സുവിശേഷം അറിയിച്ചു. അന്ത്യോക്യയിൽ വന്നു കഴിഞ്ഞപ്പോൾ അവര് യഹൂദന്മാരോട് മാത്രമല്ല യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു എന്നാണ് 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അത് പ്രഘോഷണമാണ്. സഭ പ്രഘോഷണത്തിലേക്ക് തിരിഞ്ഞു. 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് കർത്താവിന്റെ കൈ അവരോടുകൂടി ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ അന്ത്യോക്യ സഭയുടെ പ്രത്യേകത, അവര് ആദ്യം മുതൽ പ്രഘോഷിക്കുന്ന സഭയായിരുന്നു, പ്രൊക്ലെയിമിംഗ് ചർച്ച്. പക്ഷെ ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം, സഭകൾ ശരിക്കും പ്രഘോഷണത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞാൻ വിശ്വാസത്തിൽ വരുമ്പോൾ എനിക്ക് 12 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് അന്ന് ഞങ്ങളുടെ ആ ചർച്ചിന്റെ ആദ്യ ആരംഭത്തിന് ദൈവം എടുത്ത് ഉപയോഗിച്ച പാസ്റ്റർ ടി.സി. ഈശോ, അദ്ദേഹം ഒരു പ്രഘോഷകനായിരുന്നു. അദ്ദേഹം അന്ന് ബൈബിൾ സെമിനാരിയിൽ പഠിപ്പിക്കുന്നുണ്ട്, കോളേജില്, ബൈബിൾ കോളേജില്. അവിടെ പഠിക്കുന്ന പിള്ളേരോട് പറയും, വെള്ളിയാഴ്ച എൻ്റെ വീട്ടിൽ പോരാൻ. 2ഉം 3ഉം പിള്ളേര് പഠിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്. അവര് വെള്ളിയാഴ്ച നേരെ ഈ പാസ്റ്ററുടെ വീട്ടിലേക്ക് പോരും വൈകുന്നേരം. ശനിയാഴ്ച രാവിലെ തൊട്ട് വീടുകളെല്ലാം കയറി ഇറങ്ങും. അങ്ങനെ വീട് കയറി ഇറങ്ങിയ കൂട്ടത്തിലാണ് അവരിൽ 2 പേര് 3 പേര്, അതിനകത്ത് 2 പേര് ഈ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസും പിന്നെ വേറൊരു സഹോദരനും. അവര് എൻ്റെ വീട്ടിലും വന്നത് അങ്ങനെയാണ്. ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്നത് അവരാണ് വന്നത്. അങ്ങനെ പ്രഘോഷിക്കുന്ന ഒരു സഭയായിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ കുറിയന്നൂരെ സഭയെ വളർത്തിക്കൊണ്ട് വന്നത്. എന്നിട്ട് ഞായറാഴ്ച സഭായോഗം കൂടും, ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പരസ്യയോഗം, ചിലപ്പോൾ ശനിയാഴ്ചയും പരസ്യവും നടക്കും. എന്നിട്ട് തിങ്കളാഴ്ച രാവിലെ ഈ സ്റ്റുഡൻസ് വീണ്ടും ബൈബിൾ കോളേജിൽ പോകും. കുമ്മനാടാണ് ബൈബിൾ കോളേജുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, അങ്ങനെയുള്ള, ഞാനത് കണ്ടു വളർന്നതാണ്. പാസ്റ്റർ ടി.സി. ഈശോ 12 വയസ്സുള്ള എന്നോട്, ഞാൻ രക്ഷിക്കപ്പെട്ടതേ ഉള്ളൂ, പരസ്യയോഗത്തിന് പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പ്രഘോഷണം അവിടുന്ന് തുടങ്ങിയതാണ്. പ്രഘോഷിക്കുന്ന സഭയായിരുന്നു ഞങ്ങളുടെ സഭ. ഇപ്പോഴങ്ങനൊന്നും ഇല്ല. അതിന്റെ സങ്കടത്തിലാണ് ഞാൻ ആരെ കുറ്റം പറയാനാ? ഞാൻ എന്നെയാ കുറ്റം പറയുന്നു. പ്രഘോഷിക്കുന്ന സഭ. ഇന്നും ആഫ്രിക്കയിൽ പോകുമ്പോഴെല്ലാം ഞാൻ അവിടെ നമ്മളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന മിഷന്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന ക്യാപ്റ്റൻ സിയാമോട് പറയും, സെമിനാറുകളൊക്കെ നല്ലതാണ്, ഞാൻ പ്രസംഗിച്ചോളാം, കാര്യമൊക്കെ നല്ലതാ, പക്ഷേ എനിക്ക് പരസ്യയോഗത്തിൽ പ്രസംഗിക്കണം. എനിക്കിപ്പോഴും ആവേശം അതാ. എൻ്റെ മനസ്സ് മുഴുവൻ, ബേസിക്കലി ഞാനൊരു സ്ട്രീറ്റ് പ്രീച്ചറാണ്. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നത്.
സ്ട്രീറ്റ് പ്രീച്ചിങ്, തെരുവിൽ നിന്ന് പ്രസംഗിക്കുക. അങ്ങനെ ആഫ്രിക്കയിലും ചെയ്യുന്നുണ്ട്, തെരുവിൽ നിന്ന് പ്രസംഗിക്കുക. അന്ത്യോക്യ സഭ ഒരു പ്രഘോഷിക്കുന്ന സഭയായിരുന്നു. അതുകൊണ്ടെന്താ, ആ സമയത്ത് കുറിയന്നൂരുള്ള വീടുകളെല്ലാം അവർ കയറി ഇറങ്ങി അനേക ആളുകൾ കർത്താവിനെ സ്വീകരിച്ചു. മിക്കവാറും ബാപ്റ്റിസം ഉണ്ട്. പമ്പയാറ്റിൽ ഞങ്ങൾ പാട്ടുമൊക്കെ പാടി തമ്പേറൊക്കെ അടിച്ച് കൊട്ടിപ്പാടി ഞങ്ങൾ പമ്പയാറ്റിൽ കൊണ്ടുപോയി ആളുകളെ ബാപ്റ്റിസം കൊടുക്കും. എൻ്റെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നത് കൊണ്ട് പമ്പയാറ്റിൽ പോയി സ്നാനപ്പെട്ടില്ല. ഞാൻ കുമ്പനാട് ഒരു സ്നാനക്കുളത്തിൽ ആണ് പോയി സ്നാനപ്പെടുന്നത്. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, എന്നെ സ്നാനപ്പെടുത്തിയെന്നറിഞ്ഞാൽ, ഞാൻ സ്നാനപ്പെട്ടെന്നറിഞ്ഞാൽ എന്നെ തല്ലുന്നതല്ല പ്രശ്നം, എന്നെ സ്നാനപ്പെടുത്തിയോരെ എൻ്റെ വീട്ടുകാർ തല്ലും. ആ ഒരു പേടിയിലാണ് ഞാൻ ഒളിച്ചു പോയി സ്നാനപ്പെട്ടത്. അന്നത്തെ സാഹചര്യം അതാ. അല്ലാതെ അവരുടെ പേടി കൊണ്ടല്ല, എൻ്റെ പേടി കൊണ്ടാണ്. എനിക്ക് തല്ല് കിട്ടുമെന്നുള്ള പേടിയല്ല, എനിക്ക് ഒത്തിരി തല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്. ഞാൻ ഇടയ്ക്ക് കയറി എൻ്റെ സാക്ഷ്യം കൂടെ ചേർത്തങ്ങ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ നോക്കിയാൽ നമ്മുടെ സഭകളിൽ, സഭയ്ക്ക് പുറത്തുനിന്ന് എത്ര പേര് ബാപ്റ്റിസം എടുത്ത് വരുന്നുണ്ട്. ഇന്ന് ബാപ്റ്റിസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ മക്കള്, വിശ്വാസികളുടെ മക്കളല്ലേ കൂടുതൽ ആൾക്കാർ സ്നാനപ്പെടുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? പുറത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ സഭകളിലേക്ക് വരുന്നത് ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മാറണം. അല്ലെങ്കിൽ നമ്മുടെ സഭകളൊക്കെ ഇന്നത്തെ യൂറോപ്യൻ സഭകളെ പോലെയൊക്കെ ആയിപ്പോവും. കുറച്ച് പ്രായമുള്ള ആളുകൾ, ചെറുപ്പക്കാരെയും ഇപ്പൊ കിട്ടുന്നില്ലല്ലോ. അത് നടക്കാതെ ആന്റിയോക്യൻ ചർച്ചിനെ പോലെ ഒരു മാതൃകാ സഭയായിട്ട് പ്രഘോഷിക്കുന്ന സഭ, പ്രഘോഷിക്കുന്ന സഭ തന്നെയല്ല, മിഷണറിമാരെ അയക്കുന്ന സഭയുമാണ്. അയക്കുന്ന സഭ, സെൻഡിങ് ചർച്ച്. ഒരു മാതൃകാ സഭ അയക്കുന്ന സഭയായിരിക്കും. അയക്കുക എന്ന ഒരു ഡിസിപ്ലിൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുമില്ല. നമ്മളതിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയത്തുമില്ല. നമ്മളിന്ന് മിഷണറിമാരെ അയക്കുന്നില്ല, സുവിശേഷകരെ അയക്കുന്നില്ല. നമ്മൾ റോമാലേഖനം 10-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന 13 മുതലുള്ള വാക്യങ്ങൾ, കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? പ്രിയമുള്ളവരെ, കേട്ടാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. പക്ഷെ കേൾക്കണമെങ്കിൽ പ്രസംഗിക്കണം. പക്ഷെ പ്രസംഗിക്കണമെങ്കിൽ ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? അയക്കുക എന്ന ഒരു ഡിസിപ്ലിൻ നമ്മുടെ സഭകൾക്ക് ഉണ്ടാകണം. അയക്കുക. ഇന്നിപ്പോൾ അങ്ങനെ ഒരു കാര്യമേ കേൾക്കാനില്ലാത്ത ഒരു സാഹചര്യമാണ്. ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? ഇന്നിപ്പം പോകുന്ന ചിലരൊക്കെ ഉണ്ട്, പക്ഷെ അയക്കുന്നത് വളരെ ഇതാണ്. ഇന്നത്തെ ഒരു സിനാരിയോ എന്ന് പറയുന്നത്, പ്രസന്റ് സിനാരിയോ, മിഷണറിമാരെന്ന് പറയുന്നവർ തന്നെ, അതായത് ക്രോസ് കൾച്ചറൽ മിഷണറിമാരെ ഇപ്പൊ കാണാൻ പോലും ഇല്ലല്ലോ, കിട്ടുന്നില്ല. ഇന്ന് എല്ലാവരും, വേണമെങ്കിൽ പറയാവുന്ന ഒരു കാര്യമുണ്ട്, അത് ബ്രദറെ, ഞാൻ ജോലി ചെയ്തിട്ട് അതിൻ്റെ ഒരു ചില പൈസ, ദശാംശത്തിൻ്റെ ഒരംശം ഞാൻ മിഷണറിമാർക്ക് കൊടുത്തേക്കാം. പണ്ടൊക്കെ 5 പിള്ളേരൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരാളെയെങ്കിലും സുവിശേഷ വേലയ്ക്കൊക്കെ അയക്കുമായിരുന്നു. ഇന്നിപ്പം അത്രയും പിള്ളേരും ഇല്ല, ആരെയും കൊണ്ട് സുവിശേഷ വേലയ്ക്ക് അയക്കാൻ ആരും തയ്യാറാകുന്നുമില്ല എന്നുള്ളതാണ്. മിഷണറിമാർ കുറയുന്നു എന്ന് തന്നെയല്ല, മിഷൻ പ്രവർത്തനത്തെക്കുറിച്ച്, സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സഭകളിൽ കേൾക്കുന്നേയില്ല. ഞാനും കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇന്റർ കോളേജിയൽ പ്രയർ ഫെലോഷിപ്പ് ICPFന്റെ ക്യാമ്പുകൾ, ആ ക്യാമ്പുകളെല്ലാം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ക്യാമ്പുകളുടെ ഒരു പ്രത്യേകത, ആ ക്യാമ്പുകളിൽ അനേകർ പുതുതായിട്ട്, കോളേജ് വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ അനേകർ പുതുതായിട്ട് രക്ഷിക്കപ്പെടുകയും ഒത്തിരി പേര് സ്നാനപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അതോട് ചേർന്ന് എല്ലാ ക്യാമ്പിലും ഒരു മിഷൻ ചലഞ്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു.
അങ്ങനെ ICPF-ന്റെ മീറ്റിങ്ങുകളിൽ, മിഷൻ ചലഞ്ച് മീറ്റിങ്ങുകളിൽ തീരുമാനമെടുത്തവരാണ് പല സുവിശേഷകരും. ഞാനും ഈ മിഷൻ ചലഞ്ച് മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്, ഒത്തിരി മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. മിഷൻ ചലഞ്ച് അന്ന് തീരുമാനമെടുത്ത പലരും ഞങ്ങളുടെ കൂടെ, എൻ്റെ കൂടെ ഇപ്പം മിഷണറിമാരായിട്ട് പ്രവർത്തിക്കുന്നുമുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ മിഷൻ ചലഞ്ച് മീറ്റിങ്ങുകളുമില്ല, മീറ്റിംഗ് നടത്തിയാലും ആൾക്കാർ ശ്രദ്ധിക്കുന്നുമില്ല, കിട്ടാത്തൊരു അവസ്ഥ. ഇന്ന് ആകെയുള്ളതെല്ലാം പ്രൈസ് ആൻഡ് വർഷിപ്പാണ്. എന്താ പറഞ്ഞാലും പ്രൈസ് ആൻഡ് വർഷിപ്പ്. മിഷൻ പ്രോജക്റ്റുകളൊക്കെ മാറി ഇന്നിപ്പം സഭകൾക്ക് പോലും ഉള്ളത് ബിൽഡിംഗ് പ്രോജക്റ്റാണ്. വലിയ വലിയ ബിൽഡിംഗ് പണിയാണ്. എന്നാൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യമായിരിക്കുന്നത് നമ്മുടെ സഭകൾ മിഷനെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ദൈവശബ്ദം കേൾക്കണം. ദൈവശബ്ദം കേൾക്കാൻ തയ്യാറായാൽ ഇന്ന വ്യക്തികളെ ഞാൻ വിളിച്ചിരിക്കുന്നുവെന്ന് സഭയോട് ദൈവം സംസാരിക്കും. സഭ അവരെ അയക്കണം, അവരെ പറഞ്ഞയക്കണം. അവരെ പറഞ്ഞയക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നിപ്പം മിഷണറിമാരെ നമുക്ക് ആ രീതിയിലുള്ളൊരു ബന്ധം പലപ്പോഴും ഇല്ല. നമ്മുടെ സഭകളിൽ നിന്ന്, എൻ്റെ സഭയിൽ നിന്ന് എത്ര പേര് മിഷണറിമാരായി പോകുന്നു? ഞാൻ പോകുന്ന കുറിയന്നൂര് സഭയിൽ നിന്ന് ഞാൻ ഉൾപ്പെടെയുള്ള അനേകര്, എൻ്റെ സമകാലീനരായ ആളുകൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയിട്ടുണ്ട്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ സഭകളിൽ നിന്ന് ഒരാൾ പോലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുന്നില്ല എന്നുള്ളത് ഞങ്ങളുടെ സഭയ്ക്കൊന്നും പ്രശ്നവുമല്ല. അതൊന്നും ആലോചിക്കുന്നില്ല. കാര്യം അന്ത്യോക്യ സഭയിലേത് പോലെയുള്ള ഉപവാസമൊന്നും ഇവിടെ നടക്കുന്നില്ല. ഉപവാസം എന്നുള്ള പേര് നടക്കുന്നുണ്ട്, കഴിക്കാതെ കുറച്ചു നേരം വന്നിരുന്നേച്ചു പോകും. ശരിയായിട്ടുള്ള ഫാസ്റ്റിംഗ്, പ്രേയിങ്, അപ്പോൾ ദൈവം സംസാരിക്കും. ദൈവം സംസാരിച്ചു. അവരെന്താ അവിടെ കാണുന്നതെന്നറിയാമോ? അവിടെ നമ്മൾ കാണുന്നത് സഭ അവിടെ പറഞ്ഞു വിടുകയാണ്. സഭ അവിടെ പറഞ്ഞു വിടുന്നതായ ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ അവർ പൊക്കോട്ടെന്ന് പറയുകയല്ല. അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. അവരെ പറഞ്ഞയച്ചു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചു. പക്ഷെ ഇവിടെ സഭ പറഞ്ഞു വിടുകയാണ്. സഭ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യം എന്താണ്? സഭയ്ക്ക് അവരെ കുറിച്ച് ഉത്തരവാദിത്വമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ അവര് പ്രാർത്ഥിച്ചാണ് പറഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിച്ച് പറഞ്ഞു വിട്ടു. അവർ പോകുന്ന സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സഭയായിരുന്നു അന്ത്യോക്യ സഭ. They were praying for the missionaries. They were responsible for the missionaries. അവരെക്കുറിച്ച് ദൈവസന്നിധിയിൽ എപ്പോഴും ദൈവത്തെ അവരെ ഭരമേൽപ്പിച്ച് അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇതുപോലെയുള്ള സഭകളാണ് ശരിക്കും പറഞ്ഞാൽ മാതൃകാ സഭ. അന്ത്യോക്യയിലെ സഭയുടെ പ്രത്യേകതയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരു വാക്കും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. മിഷണറിമാരും റെസ്പോൺസിബിൾ ആയിരുന്നു കേട്ടോ. ഇന്ന് അതുമില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നത് അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ബർന്നബാസും ശൗലും അവര് 25 പെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അവിടെ അത്തല്യയ്ക്ക് പോയി. 26-ാമത്തെ വാക്യത്തിൽ അവിടെ നിന്ന് കപ്പൽ കയറി അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഭരമേൽപ്പിച്ച് അയച്ചത് അവിടെ നിന്നായിരുന്നുവല്ലോ. അവരുടെ മനസ്സിലറിയാം, അവർ അക്കൗണ്ടബിലിറ്റി സൂക്ഷിച്ചു എന്നുള്ളതാണ്. മിഷണറിമാര് അന്ത്യോക്യയിലെ സഭയോട് അക്കൗണ്ടബിലിറ്റി സൂക്ഷിച്ചു. കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണത്. അവരെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും ചെയ്യും. കാര്യം യെരുശലേമിലെ സഭയ്ക്ക് പ്രയാസമുണ്ടെന്ന് കേട്ടപ്പോൾ പിരിവെടുത്ത് അവർക്ക് പൈസ കൊടുത്തു വിട്ട സഭയാണെങ്കിൽ തീർച്ചയായും ഈ മിഷണറിമാരെ സഹായിക്കുന്നുണ്ടാകും. പക്ഷെ അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പണം കൊടുക്കുന്നത് മാത്രമല്ല. ഇന്ന് വാസ്തവത്തിൽ എല്ലാവരുടെയും ചിന്ത
ചില പൈസ കൊടുത്താൽ ഉത്തരവാദിത്വം എല്ലാം തീർന്നെന്നാ. ഞാൻ എപ്പോഴും പറയും, നമ്മൾ ഇഫ് യു ഗിവ് മണി ഫോർ എ മിഷനറി, ഇറ്റ് ഷുഡ് ബി വെറ്റ് മണി എന്ന് ഞാൻ പറയും. നിങ്ങളൊരു മിഷനറിക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അത് നനഞ്ഞ പൈസ ആയിരിക്കണം. എങ്ങനെ നനഞ്ഞ പൈസ? കണ്ണീര് കൊണ്ട് നനഞ്ഞ പൈസ ആയിരിക്കണം. അത് കണ്ണീര് കൊണ്ട് നനഞ്ഞ പണമാണ് ആവശ്യം. അല്ലാതെ വെറുതെ കാശ് കൊടുക്കുന്നത് മാത്രമല്ല വിഷയം. കരയണം. മിഷണറിമാരെ ഓർത്ത് കരയണം. മിഷണറിമാർക്കും ഉത്തരവാദിത്വമുണ്ട്. അവർ അക്കൗണ്ടബിൾ ആയിരുന്നു. അവിടെ നമ്മൾ കാണുന്നത്, അവിടെ നിന്ന് അവരെന്ത് ചെയ്തു? അവിടെ തങ്ങൾ നിവർത്തിച്ച വേലയ്ക്കായി ദൈവകൃപയിൽ അവരെ ഫലമേൽപ്പിച്ച് അയച്ചത് അന്ത്യോക്യയിൽ നിന്നായിരുന്നതുകൊണ്ട് അവിടെ അവർ വന്നു. 27-ാം വാക്യത്തിൽ, അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടെ ഇരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നു കൊടുത്തതും അറിയിച്ചു. അക്കൗണ്ടബിലിറ്റി. ഇന്ന് മിഷണറിമാർക്കും അങ്ങനൊന്നുമില്ല. അവരെ അയച്ച ഒരു സഭയും ഇല്ല, അയച്ചുമില്ല. ആ സഭയോട് അവർക്ക് റെസ്പോൺസിബിലിറ്റിയും ഇല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളില്ല. ഇതിനെല്ലാം ഒരു മാറ്റം വരണം. ഈ അന്ത്യോക്യയിലെ സഭയിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. പിന്നെ അവൻ ശിഷ്യന്മാരോടുകൂടെ കുറെ കാലം അവിടെ പാർത്തു. നോക്കുക പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കി. നമ്മുടെ സഭയെക്കുറിച്ച് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കി. അന്ത്യോക്യയിലെ സഭ ഒരു മാതൃകാ സഭയായിരുന്നു. ആ സഭയുടെ പ്രത്യേകതകളൊക്കെ നമ്മൾ കണ്ടു. അത് പ്രാർത്ഥിക്കുന്ന സഭയായിരുന്നു, ഉപവസിക്കുന്ന സഭയായിരുന്നു, ആരാധിക്കുന്ന സഭയായിരുന്നു, ദൈവവുമായി സംസർഗമുണ്ടായിരുന്ന സഭയായിരുന്നു, ദൈവം പറഞ്ഞതിനെ കേൾക്കുന്ന സഭയായിരുന്നു, മിഷണറിമാരെ അയക്കുന്ന സഭയായിരുന്നു, പ്രഘോഷിക്കുന്ന സഭയായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേട്ടു. നമുക്കും വ്യക്തിപരമായി ഇതെല്ലാം ആവശ്യമുണ്ട്. അതേപോലെ നമ്മുടെ സഭകളും മാതൃകാ സഭകളായി മുന്നോട്ട് വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.